ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ മാനുഫാക്ചററുടെ നിർദ്ദേശം അനുസരിച്ച് ഗ്യാസ് ചാർജിങ്ങിന്റെ സമയത്ത് ഡ്രയറും കാപ്പിലറി ട്യൂബും എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ്സ്. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഇവയ്ക്ക് പ്രാപ്തരാകും. കേടായ ഡ്രയറും കാപ്പിലറി ട്യൂബും പരിശോധിക്കാൻ, ഫിസിക്കൽ ഡാമേജ്, കൊറോഷൻ അല്ലെങ്കിൽ മോയ്സ്ചർ അക്യുമുലേഷൻ എന്നിവയുണ്ടോ എന്നറിയാൻ ഡ്രയർ പരിശോധിക്കാൻ, ബ്ലോക്കേജ്, കിങ്കുകൾ അല്ലെങ്കിൽ ഡാമേജ് എന്നിവയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ കാപ്പിലറി ട്യൂബ് പരിശോധിക്കാൻ, ഡ്രയർ അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബ് കേടായതാണെങ്കിൽ പുതിയ കോമ്പനന്റുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുക, ലീക്കുകൾ തടയാൻ കണക്ഷനുകൾ ശരിയായി ഇൻസ്റ്റാൾ ചെയ്യുക, സീൽ ചെയ്യുക, കൂടാതെ ബ്രേസിംഗ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് മാനുഫാക്ചററുടെ നിർദ്ദേശം അനുസരിച്ച് ഗ്യാസ് ചാർജിങ്ങിന്റെ സമയത്ത് ഡ്രയറും കാപ്പിലറി ട്യൂബും റീപ്ലേസ് ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ കൂടാതെ കൺസ്യൂമബിളുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ടൂളുകളും എക്യുപ്മെന്റുകളും കൺസ്യൂമബിളുകളും: ട്രെയിനീസ് കിറ്റ്, ഗേജ് മാനിഫോൾഡ്, ട്യൂബ് കട്ടർ, ഫ്ലെയറിംഗ് ടൂൾ സെറ്റ്, വിൻഡോ AC, ഓക്സി അസിറ്റലിൻ സെറ്റപ്പ് വിത്ത് എ ബ്രേസിംഗ് ടോർച്ച്, നൈട്രജൻ സിലിണ്ടർ വിത്ത് റെഗുലേറ്റർ, വാക്യൂം പമ്പ്, ഡീഹൈഡ്രേറ്റർ, ഡ്രയർ, ഫിൽറ്റർ, സ്ട്രെയിനർ, കാപ്പിലറി ട്യൂബ്, cotton waste as required, oil as required, service cylinder with refrigerant, 6 mm dummy nut, 6 mm copper tube 50 cm, bracing copper rod with flux, goggles, spark lighter. ഇനി നമുക്ക് മാനുഫാക്ചററുടെ നിർദ്ദേശം അനുസരിച്ച് ഗ്യാസ് ചാർജിങ്ങിന്റെ സമയത്ത് ഡ്രയറും കാപ്പിലറി ട്യൂബും റീപ്ലേസ് ചെയ്യുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസ് ചാർജിങ്ങിന്റെ സമയത്ത് കേടായ ഡ്രയറും കാപ്പിലറി ട്യൂബും പരിശോധിക്കുന്നതിൽ ഈ കോമ്പനന്റുകളിൽ പൊട്ടൻഷ്യൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നും ശരിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നും പരിശോധിച്ച് ഉറപ്പാക്കുന്നതും ഉൾപ്പെടുത്തുന്നു. ഡ്രയറും കാപ്പിലറി ട്യൂബും റീപ്ലേസ് ചെയ്യുന്നതിന് പാലിക്കേണ്ട സ്റ്റെപ്പുകൾ ഇവയാണ്. ഗ്യാസ് ചാർജിങ്ങിന് മുൻപായി എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ഇൻഅഡിക്വേറ്റ് കൂളിംഗ്, ഇറഗുലർ പ്രഷർ റീഡിംഗുകൾ, ഡ്രയറിന് അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബിന് എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്ന ഇൻകൺസിസ്റ്റന്റ് ഓപ്പറേഷൻ എന്നിവയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഡ്രയറിനും കാപ്പിലറി ട്യൂബിന് ചുറ്റും ഡാമേജ്, കൊറോഷൻ അല്ലെങ്കിൽ ലീക്കുകൾ എന്നിവയുടെ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ റെഫ്രിജറന്റ് ലൈനുകളും കോമ്പനന്റുകളും പരിശോധിക്കുക. ഡ്രയറിന് ഒരു പൊട്ടൻഷ്യൽ ഇഷ്യൂ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഓയിൽ അല്ലെങ്കിൽ ഡെബ്രിസ് അക്യുമുലേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. സിസ്റ്റത്തിന്റെ പ്രഷർ ലെവലുകൾ വ്യത്യസ്ത പോയിന്റിൽ പരിശോധിക്കാൻ മാനിഫോൾഡ് ഗേജ് സെറ്റുകൾ ഉപയോഗിക്കുക. ഹൈ കൂടാതെ ലോ പ്രഷർ സൈഡുകൾ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കുക. ഡ്രയറിനും കാപ്പിലറി ട്യൂബിനും എന്തെങ്കിലും പ്രശ്നം സൂചിപ്പിക്കുന്ന ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റായ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്നറിയാൻ ഗേജ് റീഡിംഗുകൾ നിരീക്ഷിക്കുക. ഒരു ലീക്ക് ഡിറ്റക്ഷൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ലീക്ക് ഡിറ്റക്ടർ ഉപയോഗിച്ച് ഡ്രയറിനും കാപ്പിലറി കണക്ഷനുകൾക്ക് ചുറ്റും എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ലീക്ക് ചെക്ക് നടത്തുക. എന്തെങ്കിലും ലീക്ക് കണ്ടെത്തിയാൽ ആ ഏരിയ റിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യുക. ബ്ലോക്കേജ്, കിങ്കുകൾ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടോ എന്നറിയാൻ കാപ്പിലറി ട്യൂബ് പരിശോധിക്കുക. റെഫ്രിജറന്റിന്റെ ഫ്ലോ തടഞ്ഞേക്കാവുന്ന തടസ്സങ്ങളിൽ നിന്നും ട്യൂബ് ഫ്രീ ആണെന്ന് ഉറപ്പാക്കുക. ഫിസിക്കൽ ഡാമേജ്, കൊറോഷൻ അല്ലെങ്കിൽ മോയ്സ്ചർ അക്യുമുലേഷൻ എന്നിവ ഉണ്ടോ എന്നറിയാൻ ഡ്രയർ പരിശോധിക്കുക.
ഡ്രയർ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ ഡാമേജ് ആണെന്ന് കാണപ്പെട്ടാൽ സിസ്റ്റം എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി അത് റീപ്ലേസ് ചെയ്യുന്നത് പരിഗണിക്കുക. ഡ്രയർ അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബ് കേടാണെങ്കിൽ അത് പുതിയ കോമ്പണന്റുകൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യുക. ലീക്ക് തടയുന്നതിന് കണക്ഷനുകളുടെ കൃത്യമായ ഇൻസ്റ്റലേഷൻ, സീലിംഗ് കൂടാതെ ബ്രേസിംഗ് എന്നിവ ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് മാനുഫാക്ചററുടെ നിർദ്ദേശം അനുസരിച്ച് ഗ്യാസ് ചാർജിംഗിന്റെ സമയത്ത് ഡ്രയറും കാപ്പിലറി ട്യൂബും റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1. കേടായ ഡീഹൈഡ്രേറ്റർ കൂടാതെ കാപ്പിലറി പരിശോധിച്ച് റീപ്ലേസ് ചെയ്യുക. മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ് റൺ ചെയ്യുക. ഇവോപ്പറേറ്ററിലെയും ഗ്രില്ലിലെയും കൂളിംഗ് ഇഫക്റ്റ് നിരീക്ഷിക്കുക. ഡ്രയർ ഫിസിക്കലി ചെക്ക് ചെയ്യുക. ഡ്രയർ വാം ആയിരിക്കണം. പാർഷ്യലി കോൾഡും സ്വെറ്റിംഗുമായ ഡ്രയർ കണ്ടാൽ ഉറപ്പായും ഡ്രയർ കേടാണ്. മെഷീൻ സ്റ്റോപ്പ് ചെയ്യുക. സിസ്റ്റത്തിൽ നിന്നും റെഫ്രിജറന്റ് വെന്റ് കംപ്രസറിലെ ചാർജിംഗ് ലൈൻ കട്ട് ഓഫ് ചെയ്യുക. ഒരു ഹാൻഡ് ഷട്ട് ഓഫ് വാൽവ് ചാർജിംഗ് ലൈനിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഒരു ഗേജ് മാനിഫോൾഡ് സെറ്റ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. ബ്രേസിംഗ് ടോർച്ച് ഉപയോഗിച്ച് ജോയിന്റുകൾ ഡീബ്രേസിംഗ് ചെയ്ത് ഡ്രയറും കാപ്പിലറിയും റിമൂവ് ചെയ്യുക. പുതിയ ഡീഹൈഡ്രേറ്റർ ഒരു ലിക്വിഡ് ലൈൻ കൂടാതെ കാപ്പിലറി ട്യൂബ് കൊണ്ടും ഒരു കോപ്പർ ബ്രേസിംഗ് റോഡ് കൊണ്ടും ബ്രേസ് ചെയ്യുക. നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ച് യൂണിറ്റ് പ്രഷറൈസ് ചെയ്യുക. സോപ്പ് സൊല്യൂഷൻ ഉപയോഗിച്ച് ബ്രേസിംഗ് ജോയിന്റുകളിൽ ലീക്ക് ടെസ്റ്റ് നടത്തുക. ലീക്ക് ഒന്നും കണ്ടില്ലെങ്കിൽ നൈട്രജൻ ഗ്യാസ് പുറത്തേക്ക് കളയുക. ഹാൻഡ് ഷട്ട് ഓഫ് വാൽവ് ക്ലോസ് ചെയ്യുക. മാനിഫോൾഡിലേക്ക് വാക്യൂം പമ്പ് അറ്റാച്ച് ചെയ്ത് ഹാൻഡ് ഷട്ട് ഓഫ് വാൽവ് ഓപ്പൺ ചെയ്യുക. വാക്യൂം പമ്പ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് കോമ്പൗണ്ട് ഗേജ് നിരീക്ഷിക്കുക. 45 മിനിറ്റിനു ശേഷം 28 to 30 Hg ഇഞ്ചസ് ഓഫ് മെർക്കുറി റീഡ് ചെയ്യാൻ പാടുള്ളൂ. വാക്യൂം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ഗേജ് മാനിഫോൾഡിൽ നിന്നും വാക്യൂം പമ്പ് കണക്ഷനുകൾ റിമൂവ് ചെയ്യുക. അതിനുശേഷം റെഫ്രിജറന്റ് സർവീസ് സിലിണ്ടർ കൂടാതെ ചാർജ് ഗ്യാസ് എന്നിവ അറ്റാച്ച് ചെയ്യുക. സക്ഷനും ഡിസ്ചാർജ് പ്രഷറും പരിശോധിക്കുക. ചാർജിംഗ് ലൈൻ പിഞ്ച് ഓഫ് ചെയ്യുക. ശേഷം ഹാൻഡ് ഷട്ട് ഓഫ് വാൾവും കൂടാതെ മറ്റു കണക്ഷനുകളും റിമൂവ് ചെയ്യുക. ചാർജിംഗ് പോർട്ട് ശരിയായി ബ്രേസ് ചെയ്യുക. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെക്കുറിച്ചെല്ലാം അറിഞ്ഞു. കേടായ ഡ്രയറും കാപ്പിലറി ട്യൂബും പരിശോധിക്കാൻ, ഫിസിക്കൽ ഡാമേജ്, കൊറോഷൻ അല്ലെങ്കിൽ മോയ്സ്ചർ അക്യുമുലേഷൻ എന്നിവയുണ്ടോ എന്നറിയാൻ ഡ്രയർ പരിശോധിക്കാൻ, ബ്ലോക്കേജ്, കിങ്കുകൾ അല്ലെങ്കിൽ ഡാമേജ് എന്നിവയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ കാപ്പിലറി ട്യൂബ് പരിശോധിക്കാൻ, ഡ്രയർ അല്ലെങ്കിൽ കാപ്പിലറി ട്യൂബ് കേടായതാണെങ്കിൽ പുതിയ കോമ്പണന്റുകൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാൻ, ലീക്കുകൾ തടയാൻ കണക്ഷനുകൾ ശരിയായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, സീലിംഗ് ചെയ്തിട്ടുണ്ടോ കൂടാതെ ബ്രേസിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്കെല്ലാവർക്കും മാനുഫാക്ചററുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗ്യാസ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഡ്രയറും കാപ്പിലറി ട്യൂബും റീപ്ലേസ് ചെയ്യുന്ന പ്രോസസ്സ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ഗുഡ് ബൈ.